ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അന്തരീക്ഷ ശക്തികളുടെ അധീശന്മാരെ സഭയോട് ചേർന്ന്, ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ദാവീദിന്റെ പുത്ര, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാമോ? അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഞങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി, ഇംഗ്ലീഷിൽ നേഷൻസ് എന്നാ പറയുന്നത്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയപ്പെടുക. കാരണം വലിയ പ്രവൃത്തികള്, നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിക്കാനാവാത്ത വലിയ ദൈവ പ്രവൃത്തികള് ദൈവം നിങ്ങൾക്കായിട്ട് ചെയ്യാനായിട്ട് പോകുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇവിടെ വ്യാപരിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശക്തമായ ഇടപെടല്, വലിയ ദൈവീക പ്രവൃത്തികള് ഇവിടെ നടക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും കഴിവിനുമൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ഇവിടെ വെളിപ്പെടും. അവിടുന്ന് സർവശക്തനാണ്. ജെറമിയ 32:27, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? കർത്താവ് ചോദിക്കുക. കരമുയർത്തി പിടിച്ച്, ഞാൻ സർവ ജനതകളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. സകല മനുഷ്യരുടെയും സകല ജനതകളുടെയും ദൈവമാണ് അവിടുന്ന്. അവിടുന്ന് തീരുമാനിക്കുന്നത് പോലെ എല്ലാം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് തീരുമാനിക്കുന്നത് പോലെ എല്ലാം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒന്ന് വലതുകരം എത്തിപ്പിടിക്കാം. കർത്താവായ യേശുവേ, കരുണയായിരിക്കണമേ. അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളെ തകർക്കണമേ. പൈശാചിക ദുഷ്ടാരൂപികൾ, അശുദ്ധാത്മാക്കൾ, സാത്താന്യ ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ ബന്ധിക്കപ്പെടട്ടെ. പരിശുദ്ധ മറിയത്തിന്റെ യോഗ്യതയിൽ സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാത്താന്യ ശക്തികളെ നരകാഗ്നിയിലേക്ക് വിട്ടുപോകുക. ഇനി ഒരിക്കലും മടങ്ങി വരരുത്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തിന്മയുടെ ശക്തികൾ വിട്ടൊഴിയട്ടെ. സ്തുതിച്ചേ. കാരണം ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിച്ചേ. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം പറയുന്നു, ഒരു നാളും നിന്നെ ഞാൻ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഒന്ന് പറഞ്ഞ്, ഒരു നാളും നിന്നെ ഞാൻ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്തമാണ്, കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഈ വചനം നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. കർത്താവ് നമ്മളെ ഉപേക്ഷിക്കത്തില്ല, അവഗണിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ, കർത്താവായ യേശു എന്നെ അവഗണിക്കത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവായ യേശു എന്നെ അവഗണിക്കത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവായ യേശു എന്നെ അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എന്നെ അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. യേശു എന്നെ അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. യേശു എന്നെ അവഗണിക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ വചനം ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചു വിശ്വസിക്കുക. കർത്താവ് എന്നെ അവഗണിക്കത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, എന്തൊക്കെ കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ? നമുക്ക് എന്തു കുറവുണ്ടെങ്കിലും, എന്തൊക്കെ വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല, കർത്താവ് എന്നെ അവഗണിക്കത്തില്ല. ആരൊക്കെ എന്നെ അവഗണിച്ചാലും ഉപേക്ഷിച്ചാലും കർത്താവ് ഒരിക്കലും അവഗണിക്കാത്തവനാണ്, ഉപേക്ഷിക്കാത്തവനാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഉണ്ടോ? അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല. അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? അങ്ങനെ മറക്കുന്ന അമ്മമാരുണ്ട്, കുറവായിരിക്കും, എന്നാലും ഉണ്ട് അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ മറക്കുന്നവർ. സ്വന്തം സുഖത്തിനു വേണ്ടിയൊക്കെ പ്രസവിച്ച തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റ് വ്യക്തികളോടൊക്കെ പോയ സ്ത്രീകളൊക്കെ ഉണ്ട്, സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്കറിയാവുന്നൊരു സംഭവം ഞാൻ പങ്കുവയ്ക്കാം. ആ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്നു, 2 പെൺകുട്ടികൾ. അവരുടെ അമ്മ, ഭർത്താവിനെ എനിക്കറിയാം, അമ്മ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി. അന്ന് ഈ കുഞ്ഞുങ്ങൾ, മൂത്ത കുട്ടിക്കേണ്ട 3 വയസ്സ് പ്രായമേ ഉള്ളൂ, ഇളയ കുട്ടിക്കേണ്ട 2 വയസ്സ് കാണും. അന്ന് എൻ്റെ ധ്യാനം കൂടിതാ. ഇപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലായി. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ പറഞ്ഞു, തനിക്ക് വേണേൽ പിള്ളേരെ എടുത്തോളാൻ പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. തനിക്ക് വേണേൽ പിള്ളേരെ എടുത്തോളാൻ പറഞ്ഞു. അവള് കാമുകൻ്റെ കൂടെ പോയി. അങ്ങനെയും സ്ത്രീകൾ ഈ ഭൂമിയിലുണ്ട് കേട്ടോ. അതൊക്കെ വളരെ അപൂർവമായിരിക്കാം, എന്നാലും അങ്ങനെയുള്ള ചില ജന്മങ്ങളും സ്ത്രീകളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതും സത്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൾ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല. മറക്കത്തില്ലെന്ന കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. മറക്കത്തില്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിച്ചവര്, നമ്മൾ നന്മ ചെയ്തു കൊടുത്തവര്, നമ്മൾ അനേക വിധത്തിൽ ഹെൽപ്പ് ചെയ്തവരൊക്കെ നമ്മളെ മറന്നുപോയിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും. നമ്മൾ കൈപിടിച്ചു നടത്തിയവര്, അല്ലെ താങ്ങിയവര്, അല്ലെ സാമ്പത്തികമായിട്ട് സഹായിച്ചവര്, നമ്മൾ പല വിധത്തിൽ ഹെൽപ്പ് ചെയ്തവരൊക്കെ നമ്മളെ മറന്നുപോയ എത്രയോ ജീവിത അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ സങ്കടപ്പെടുത്തുന്ന വേദനകളായിട്ട് അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ ഉണ്ടാവാം. എന്നാലും എന്നോട് അത് ചെയ്തല്ലോ, അല്ലേ? ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ മറക്കത്തില്ല. അപ്പൻ മറന്നാലും, അമ്മ മറന്നാലും, ഭർത്താവ് മറന്നാലും, മക്കൾ മറന്നാലും, ആരൊക്കെ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ സ്നേഹമാണ്. കർത്താവ് ഒരിക്കലും നമ്മെ മറക്കത്തില്ല. അത്രയധികമായിട്ട് നമ്മളെ ഓരോരുത്തരെയും അവൻ സ്നേഹിക്കുന്നു, അവൻ നമ്മളെ കരുതുന്നു. ഹല്ലേലൂയ. 2 മാസം മുൻപ്
എനിക്ക് കാനഡയിൽ ധ്യാനമുണ്ടായിരുന്നു. ആ ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനാവസരത്തിൽ താമസമുള്ള ധ്യാനമാണ്. അപ്പോൾ ധ്യാന ഹാളിൻ്റെ മുൻപിൽ, ഏറ്റവും മുൻപിൽ ഒരു പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും അവരുടെ മകളും ഭർത്താവും. ഞാൻ കോവിഡിനൊക്കെ മുമ്പ് അവിടെ ധ്യാനം നിർത്തിയപ്പോൾ ഇവർ ധ്യാനിക്കാനുണ്ടായിരുന്നു. ഇവർ മലയാളികളല്ല, ഗോവാക്കാരാണ്. നല്ലൊരു ഫാമിലി. അന്ന് എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചതാണ്. ആ മകൾക്ക് കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിക്കണം, 10 വർഷമായിട്ടായി മക്കളില്ല. അന്ന് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതാണ്. കോവിഡൊക്കെ കഴിഞ്ഞു പോയി, 4 വർഷമായി. ഇത്തവണ അവിടെ ധ്യാനത്തിന് ചെല്ലുമ്പോൾ ഞാൻ കണ്ട മനോഹരമായൊരു കാഴ്ച, കുർബാനയുടെ സമയത്ത് ആണ് അവർ കുർബാന രാവിലെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഏറ്റവും മുൻപിൽ ഇവർ 4 പേരും അവരുടെ 6 കുഞ്ഞുങ്ങൾ. മൂത്ത കുട്ടിക്ക് ഒരു 12 വയസ്സൊരു പെൺകുട്ടി. അതിൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം വൈറ്റ്സാണ്, വെള്ളക്കാരുടെ കുട്ടികളാണ്. നമുക്ക് കണ്ടറിയാം. ഏറ്റവും ഇളയ കുട്ടിയെ ഒരു ബാസ്ക്കറ്റിനകത്തൊരു 6 മാസമുണ്ട് ഈ കുട്ടിയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ട്. കുർബാനയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവരെന്നെ എടുക്കാൻ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങൾ ഉടനെ അവർ പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ദത്തെടുത്തതാണ്. ഇളയ കുഞ്ഞ് 6 മാസമേ ഉള്ളൂ. 20 വയസ്സുള്ളപ്പോൾ ഇവർക്ക് കിട്ടിയതാണ്. മയക്കുമരുന്നിന് അടിമയായ ഒരു പെൺകുട്ടി പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ച കുട്ടിയാണത്. അവർ കഥകൾ പറഞ്ഞു. ഈ 6 കുഞ്ഞുങ്ങളും ഉപേക്ഷിക്കപ്പെട്ടതാണ്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഈ 6 കുഞ്ഞുങ്ങളെയും ഇവർ ദത്തെടുത്ത് വളർത്തുകയാണ്. നല്ല മിടുക്കര് കുഞ്ഞുങ്ങൾ. കുർബാനയുടെ സമയത്ത് ഞാൻ കണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വെള്ളക്കാരായ കുട്ടികളല്ലേ, കൈകളൊക്കെ കൂപ്പി പിടിച്ച് ഭക്തിയോടെ കുർബാനയൊക്കെ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടു. അത്ര ഭക്തിയിലാണ് അവർ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇളയ കുട്ടിക്ക് ഒരു 6 മാസമായി. കണ്ടോ, പെറ്റുമ്പോൾ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? എത്രയോ സംഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ. അവർ ആ കുഞ്ഞുങ്ങളെ വളരെ സ്നേഹത്തിൽ വളർത്തുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളുടെ ചിലവൊക്കെ എങ്ങനെ കാര്യങ്ങൾ? ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കുട്ടിക്ക് $200 കിട്ടും. 6 കുഞ്ഞുങ്ങൾക്ക് $1200. അവർ പറഞ്ഞു അതുകൊണ്ടൊന്നും തികയത്തില്ല. പിന്നെ മോള് നേഴ്സാണ്, ജോലിക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുന്നു. അവർ 3 പേരും അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. 6 കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയും ദൈവസ്നേഹം നിറഞ്ഞ നല്ല മനുഷ്യർ ഉണ്ട് ഈ ഭൂമിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഒരിക്കലും അവഗണിക്കത്തില്ല, നിന്നെ ഒരിക്കലും മറക്കത്തില്ല എന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കാ, നിന്നെ ഞാൻ മറക്കത്തില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഞാൻ അവഗണിക്കത്തില്ല. ആരൊക്കെ നിന്നോട് ഇതൊക്കെ ചെയ്താലും ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കത്തില്ല. നീ ഏത് ജീവിതത്തിന്റെ തെറ്റായ വഴികളിലൂടെ കടന്നുപോയ വ്യക്തിയാണെങ്കിലും ദൈവത്തിന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ദൈവം നിന്നെ ഒത്തിരി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. നിന്റെ കുറവുകളോടുകൂടെ നിന്നെ സ്നേഹിക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളില്, വേദനകളില്, തകർച്ചകളില് കടന്നു വരുന്ന ദൈവം, നിന്റെ പരാജയങ്ങളിൽ നിന്നെ താങ്ങുന്ന ദൈവം, നിന്റെ പോരായ്മകളിലേക്ക് കടന്നു വരുന്ന ദൈവം, നിന്റെ ജീവിത ആവശ്യങ്ങളിൽ ഇടപെടുന്ന ദൈവം, കർത്താവായ യേശു, അവൻ ഇവിടെയുണ്ട്. കരമേറ്റി യേശുവിനെ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക്, പോരായ്മകളിലേക്ക് ഉറപ്പായിട്ടും യേശു കടന്നു വരും. നിനക്ക് എന്തു കുറവുണ്ടെങ്കിലും, എന്തു പോരായ്മയുണ്ടെങ്കിലും കർത്താവിന് അതൊക്കെ നികത്തി തരുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിത പ്രതിസന്ധികളില് ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടാവും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.